പക്ഷേ ശ്രീ എം ജയചന്ദ്രൻ, മുഖ്യമന്ത്രിയുടെ ശിവഗിരി സമ്മേളനത്തിന് ശേഷം മുതൽ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ചോദ്യമുണ്ട്. ഹിന്ദു മതത്തെ ഇങ്ങനെ നിരന്തരം അവഹേളിക്കുകയും സനാതനധർമ്മത്തിനെതിരെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നവർ മറ്റ് മതസ്ഥരുടെ കാര്യത്തിൽ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ളത് ഇത് നിരന്തരം പൊതുസമൂഹം ചോദിക്കുകയാണ്. പക്ഷേ അക്കാര്യത്തിൽ ഒരു അക്ഷരം മിണ്ടുന്നതിനുള്ള ആർജവം ഇതേ CPM നേതാക്കൾ കാണിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. താങ്കളിലേക്ക് എത്താം. ശ്രീ VR രാജശേഖരൻ, ഇവിടെ ഹിന്ദു ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഹൈന്ദവ ദേവതകൾ ഒക്കെ ആക്രമിക്കപ്പെടാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചധികമായി. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ നിരന്തരം ഇത്തരത്തിലുള്ള ആക്ഷേപം ഏറ്റുവാങ്ങുകയാണ് ഹൈന്ദവ സമൂഹം. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സനാതനധർമ്മം, അതായത് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവോ പ്രയോക്താവോ അല്ല എന്നു പറഞ്ഞു തുടങ്ങുന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്ന് പിന്നീട് എത്തിച്ചേർന്ന് നിൽക്കുന്നത് ഹൈന്ദവ ആചാരങ്ങൾ, അവയെ ഏതു രീതിയിലൊക്കെ ഇനിയൊരു സാമൂഹ്യ പരിഷ്കരണം നടത്താം എന്നൊക്കെയുള്ള കാര്യത്തിലാണ്. എന്തുകൊണ്ടാണ് CPM നേതാക്കൾക്ക് ഹൈന്ദവതയോട് ഇത്ര മാത്രം വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്? ഇവിടെ ഞാൻ കാണുന്ന ഒരു സാഹചര്യം, ഇപ്പോൾ തന്നെ ഏറെ ബഹുമാന്യനായ ഇടത് സഹയാത്രികനായ ശ്രീ M ജയചന്ദ്രൻ സാറ് തന്നെ മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ അവറുകളെയും ഒക്കെ വെള്ളപൂശാനായിട്ടുള്ള ഒരു വിപുല ശ്രമമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൊക്കെ തന്നെയും സ്ഫുരിച്ചിരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് അദ്ദേഹത്തിന് തന്നെ സ്വന്തം മനസാക്ഷിക്ക് ബോധ്യമുണ്ട്, ഈ അവർ നടത്തിയ പ്രസ്താവനകൾ ശരിയായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്, ജയചന്ദ്രൻ സാറിന് തന്നെ ബോധ്യമുണ്ടെന്നാണ് ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലെ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കുന്നത്. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹിന്ദു സമാജത്തെ എക്കാലവും CPIM-ന്റെ ആവിർഭാവം മുതൽ തന്നെയുള്ള സാഹചര്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ എല്ലാ കാലഘട്ടങ്ങളിലും ഇതര മതവിഭാഗങ്ങളെ വെള്ളപൂശുകയും, അതായത് ക്രൈസ്തവ ഇസ്ലാമിക മതവിഭാഗങ്ങൾ വിശേഷിച്ച് അവരുടെ ഒന്നും കാര്യങ്ങളിൽ ഒന്നും ഇടപെടുകയും ഉണ്ടായിരുന്നില്ല. മറിച്ച് ഹിന്ദുക്കളെയാണ് അധിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിനൊരു കാരണമുണ്ട്. എന്താണെന്ന് അറിയാമോ? വളരെ ചെറുതായിട്ട് എനിക്ക് തോന്നിയ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ CPIM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കഴിഞ്ഞ കാലം വരെ ഒരു ഹിന്ദു പാർട്ടി ആയിരുന്നു. തല്ലാനും കൊല്ലാനും ചാവാനും മുദ്രാവാക്യം വിളിക്കാനും ഒക്കെയായി അതിലുള്ള ഭൂരിഭാഗം പാർട്ടി കേഡർമാരും ഹിന്ദുക്കളായിരുന്നു എന്ന് വേണം കരുതുവാൻ. ഈ അടുത്ത കാലത്താണ് പകൽ സമയത്ത് CPIM-ഉം രാത്രികാലങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, SDPI തുടങ്ങിയ പ്രസ്ഥാനങ്ങളും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചു വരുന്നത്. അപ്പൊ ഇന്ന് ആ പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPI-യുടെയും ഒക്കെ അജണ്ടകളെ ഒന്നുകൂടി ബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നിരുപദ്രവമായി ഒഴിഞ്ഞു മാറി നടക്കുന്ന ഹിന്ദു സമൂഹത്തെ നാം ആലോചിച്ച് നോക്കണം. ഓരോ കാലഘട്ടത്തിലും, ആദ്യ കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റുകാര് അവര് പ്രചരിപ്പിച്ചിരുന്നത് തന്നെ ക്ഷേത്രങ്ങള് അന്ധവിശ്വാസങ്ങളുടെ കേന്ദ്രമാണ്, ആ ക്ഷേത്രങ്ങൾ ഇടിച്ചു നിരത്തി അവിടെ മരച്ചീനി നട്ടാല് അത് അത്രയും പട്ടിണി മാറും എന്നൊക്കെ പ്രചരിപ്പിച്ചിരുന്നതൊന്നും മറന്നിട്ടില്ല. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പ്രചരിപ്പിച്ചിരുന്നവരെ ഇപ്പോ ഒന്ന് രണ്ട് ദൃഷ്ടാന്തങ്ങൾ മാത്രം പറയണം. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. പക്ഷേ എന്തുകൊണ്ട് പാർട്ടിയുടെ സമ്മേളനം ആലുവയിൽ നടന്ന സമയത്ത് മുസ്ലിം സഹാക്കൾക്ക് നിസ്കരിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവിടെ ഒരുക്കി കൊടുക്കുന്നു? അപ്പൊ ഇവരുടെ നയപരമായ കാര്യങ്ങളിൽ അവർ വ്യതിചലിച്ചുവോ? ഹിന്ദുക്കളോടുള്ള സമീപനം തുടക്കം മുതൽ തന്നെ അങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അത് എന്തുകൊണ്ടാണ്? ഹിന്ദുക്കളിലെ ഈശ്വര വിശ്വാസവും ക്ഷേത്രവിശ്വാസവും വിശിഷ്യ സനാതന ധർമ്മത്തിന്റെ ധർമ്മചിന്ത കൂടി നഷ്ടപ്പെടുത്തിയാൽ അവരെയൊക്കെ പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റുകളാക്കാം എന്നുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഹിന്ദുക്കളെയും അതേപോലെ ഹൈന്ദവ ധർമ്മത്തെയും അഥവാ സനാതന ധർമ്മത്തെയും എക്കാലത്തും അധിക്ഷേപിച്ചിരുന്ന ഒരു സാഹചര്യം. അതിന് നിരവധിയായ ദൃഷ്ടാന്തങ്ങൾ ഒന്നൊന്നായിട്ട് പറഞ്ഞു തരാം. ശബരിമല തീവെപ്പ് സംഭവത്തിന് ശേഷം യുഗപ്രഭാവനായ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ അടക്കം അതിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടു. കേശവമേനോൻ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറായി. ആ സമയത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുന്ന അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തില്
ഈ മന്നത്ത് പത്മനാഭൻ അവരോട് അടക്കം പറഞ്ഞിരുന്നു, കമ്മ്യൂണിസ്റ്റ് ഭരണം നിലവിൽ വരികയാണ് എങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കും, നടപടികൾ സ്വീകരിക്കും. പക്ഷേ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി യാതൊരു നടപടിയും ഉണ്ടായില്ല. ആ സമയത്താണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ കേസരി മന്നത്ത് പത്മനാഭൻ മുഖ്യമന്ത്രിയുടെ എന്ന് അദ്ദേഹത്തിന്റെ ജീവിത കഥകളിൽ അത് വ്യക്തമാണ്, ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇത് അതിന് ശേഷമുള്ളത്. അപ്പോ ഇന്ന് വരെ ശബരിമല തീവെപ്പ് കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെ അതിന്മേലൊരു നടപടി എടുക്കാനോ ഇടതു വലതു മുന്നണികൾ കേരളത്തിൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നീടുള്ള ഓരോ കാലഘട്ടം കാണുമ്പോഴും 1983 നിലയ്ക്കലിൽ കുരിശു മുളപ്പിച്ചപ്പോഴും ഇടതു വലതു മുന്നണികളുടെ നിലപാട് എന്തായിരുന്നു? ഹിന്ദു വിരുദ്ധമായിരുന്നു. അതിനുശേഷം 2006 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നേതൃത്വം കൊടുക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സുപ്രീം കോടതിയിലെ കേസില് അവര് കൊടുത്ത സത്യവാങ്മൂലത്തിന്റെ പ്രസക്ത ഭാഗം എന്തായിരുന്നു? മറ്റ് സെമറ്റിക് മതങ്ങളിൽ നിന്നും വിഭിന്നമായി ഹൈന്ദവ ധർമ്മത്തിൽ അഥവാ സനാതന ധർമ്മത്തില് അതിനീചവും നിന്ദ്യവും ക്രൂരവും അപഹാസ്യവുമായ നിരവധിയായ ദുരാചാരങ്ങൾ നിലനിൽക്കുന്നു. അത്തരം ദുരാചാരങ്ങളിൽപ്പെട്ടതാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടത്. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കാൻ തടസ്സമില്ല, യുവതി പ്രവേശനം മാത്രമാണ് അവിടെ തടസ്സമായിട്ടുള്ളത്. അതിന്റെ കാര്യകാരണങ്ങളൊക്കെ തന്നെ പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ്, ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തൊരു കാര്യമില്ല. പക്ഷേ രഹിന ഫാത്തിമയെ കൊണ്ടുപോകുമ്പോ ഈ മുഖ്യമന്ത്രി തന്നെ എത്രത്തോളം ഉത്സാഹം കാണിച്ചിരുന്നു. പോലീസിന്റെ പടച്ചട്ട അനുസരിച്ച് കൊണ്ടുപോകുന്നു. ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും കൊണ്ടുപോകാൻ 21 ദിവസമാണ് കർണാടകത്തിലെ കുടകിൽ പോലീസ് സംരക്ഷണത്തിൽ ഫാം ഹൗസിൽ അവരെ താമസിപ്പിച്ച്. ഇത് എന്തിനു വേണ്ടി? ഹിന്ദു അവഹേളനം തന്നെയല്ലേ? അപ്പൊ തെരഞ്ഞു പിടിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അജണ്ടയാവുന്നു ഹിന്ദുക്കളുടെ ഇടയിലെ വിശ്വാസമില്ലായ്മ ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയല്ല എല്ലാ സംവിധാനങ്ങളും. മറ്റാരോടും യാതൊരു, ഞാൻ ചോദിക്കട്ടെ, ഈ സെമറ്റിക് മതങ്ങളില് അനാചാരങ്ങളും ദുരാചാരങ്ങളും ഒന്നുമില്ലല്ലോ. അപ്പൊ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ പോലും ഇവർക്ക് യാതൊരു വിധമായ ശ്രമമില്ല. പക്ഷെ ഹിന്ദുവിനെ ഏത് കാലഘട്ടത്തിലും അധിക്ഷേപിക്കാൻ പാർട്ടി സെക്രട്ടറിമാരായാലും അങ്ങനെ ഒരു ഗൂഢശ്രമം നടക്കുന്നത് ബോധപൂർവമാണ്, ആസൂത്രിതമാണ് എന്നുള്ള ആക്ഷേപം തന്നെയാണ് ഉയരുന്നത്.